അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ ഒരു പ്രയോഗമുണ്ട്, അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. ആ പ്രയോഗത്തെ പൂർണ്ണമായും സാധൂകരിക്കുന്ന രീതികളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കുറുവട്ടൂരികൾ പോകുന്നത്. ഇപ്പോൾ കുറുവട്ടൂരികളുടെ പുതിയ ഷെയ്ഖ്, അതല്ലെങ്കിൽ പുതിയ സംബന്ധക്കാരൻ, പുതിയ ഫ്രണ്ട്സ്, എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന രൂപത്തിലാണ് CH മുസ്തഫ മൗലവിയുടെ കടന്നുവരവ്. മുസ്തഫ മൗലവിയെ കൂടുതൽ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകില്ലല്ലോ. അടുത്ത നമുക്ക് കാണാൻ പോകുന്നത് ഈ പറയപ്പെട്ട ഈ കുറുവട്ടൂരികളുടെ മറ്റൊരു കേന്ദ്രമായ, അവരുടെ മാതൃകേന്ദ്രമെന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു പിന്നെ ഓഫ് ക്യാമ്പസ് എന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാവുന്ന ആ കോട്ടയിൽ ഈ പറയപ്പെട്ട ആളെ പിടിച്ചിരുത്തുന്ന, അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ച് സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു രംഗമാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. കണ്ടിട്ട് ബാക്കി പറയും. നമ്മുടെ വന്യരായ CH മുസ്തഫ മൗലവി നമ്മുടെ സദസ്സിൽ ഉണ്ട്. മടവൂർ കോട്ടയ്ക്ക് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തിന് സ്വാഗതം അരുളുകയാണ്. രണ്ട് വാക്ക് സംസാരിക്കാൻ ഷെയ്ഖുനയുടെ സമ്മതപ്രകാരം CH മുസ്തഫ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ കണ്ടല്ലോ പുതിയ ബാന്ധവങ്ങൾ, ആ ബാന്ധവങ്ങളെ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. സർവമത സത്യവാദം, അതാണല്ലോ ആ പറഞ്ഞ ആളുടെ ഒരു ശൈലി, അല്ലെങ്കിൽ അയാളുടെ റൂട്ട് അതാണല്ലോ, എല്ലാം സത്യമാണെന്ന്. അയാളുടെ ഒരു വീഡിയോൻ്റെ അടിയിൽ പോയി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണല്ലോ മറിയം ബീവിയുടെ ഉമ്മക്ക് മൂസ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മക്ക് നാം വഹി അറിയിച്ചു കൊടുത്തു എന്നതിലൂടെ അയാൾ സമർത്ഥിക്കാൻ നോക്കിയത് മുസലബിൻ്റെ ഉമ്മയും നബിയാണ്, ഈ മൊയിലേക്കന്മാരൊക്കെ പെണ്ണുങ്ങളെ നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമ്മളൊന്നും ചെവിമുളച്ചിട്ട് കേൾക്കാത്ത വാദങ്ങളാണ്. അപ്പം നമ്മളവിടെ ചോദിച്ചു തേനീച്ച നബി ആയിരിക്കുമോ എന്ന്, അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. അതിരിക്കട്ടെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ ഇസ്ലാമിന് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത വാദങ്ങളുമായി വരുന്ന ആളുകളും ഇവർക്ക് വലിയ മശായിഖന്മാരും ഇവർക്ക് വേണ്ടപ്പെട്ടവരുമാകുന്നതിൻ്റെ രസതന്ത്രം എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. അഥവാ മുസ്ലിം ലോകം എതിർക്കുന്ന, മുസ്ലിം ലോകത്തിൻ്റെ മുടക്കാച്ചരക്കുകളായി, അവരെ എടുക്കാച്ചരക്കുകളായി ഒഴിവാക്കിയ ഏതൊക്കെയുണ്ടോ അതിനൊക്കെ തങ്ങളുടെ കുപ്പത്തൊട്ടിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കുറുവട്ടൂരികൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം അവർക്ക് ആളെ തികക്കണമെങ്കിൽ, അവരുടെ മുന്നിൽ ആളെ കൂടണമെങ്കിൽ ഇതുപോലത്തെ സകല ഗുലാബികൾ ഒന്നിക്കേണ്ടതുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് നൗഷാദ് തന്നെ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. നൗഷാദിന് അതിനൊരു ഇസ്തിലാഹുണ്ട്. ആ ഇസ്തിലാഹ് കേട്ട് നോക്കി. ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയ ഒരു പരാമർശം കൂടി നമുക്കൊന്ന് കാണാം. ഇത് കണ്ടാൽ ഏറെക്കുറെ ഇവരുടെ ലൈൻ എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകും. വിവാഹത്തിലോ കുടുംബ ബന്ധങ്ങളിലോ ഒന്നും മതം ഒരു പ്രശ്നമായി വരേണ്ടതില്ല. ഇന്ന് ആര്യ വിവാഹിതയാകുന്നത് ആര്യ ഹിന്ദു മതക്കാരിയായി കൊണ്ട് തന്നെയാണ്. അലി കാർഗിൽ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് വിവാഹം നടത്തുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് ഏറെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. കിതാബൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട. ഞങ്ങളെ മശായിഖന്മാർ അവരെ ഇഷ്ടത്തിൽ ജീവിക്കും. ഒരു കിതാബ് കൊണ്ടും അവരുടെ ചോദ്യം കേട്ടല്ലോ. ഞങ്ങളെ ഷെയ്ഖ് എന്ത് വേണമെങ്കിലും ചെയ്യും, ഞങ്ങളെ ഷെയ്ഖ് എന്ത് വേണമെങ്കിലും പറയും, എന്തും ആവാം, നിങ്ങളെ കിതാബുകളെ കൊണ്ട് അതിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന്. അങ്ങനെ ഒരു ഇസ്തിലാഹ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നൗഷാദിനും അതുപോലത്തെ ആളുകൾക്കും ഇവരുടെ റാൻമൂളികൾക്കും പ്രഭാഷകർക്കും ഒന്നും പേടിക്കേണ്ടതില്ല. ആദ്യം അങ്ങനെ ഒരു ഇസ്തിലാഹ് ഉണ്ടാക്കി വെക്കുക. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കിതാബിലുള്ളതോ അല്ലെങ്കിൽ ഖുർആനോ സുന്നത്തോ ഹദീസോ ആയത്തോ അതല്ലെങ്കിൽ മഹാന്മാരുടെ വചനങ്ങളോ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്കൊരു പ്രത്യേക റൂട്ടാണുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഇസ്ലാം.
എന്നവർ പറഞ്ഞു വെച്ചാൽ പിന്നെ അവർക്ക് എന്തും ചെയ്യാലോ. ആരെയും കൂട്ടുപിടിക്കാം, ആരുടെ കൂടെയും കഴിയാം, ആരുടെ ആശയത്തെയും സ്വീകരിക്കാം, ആരെയും തള്ളാം. അതിന് യാതൊരു കുഴപ്പമില്ല. അതിനുള്ള ഒരു ഇസ്തിലാഹാണ് ഇവരുടെ പ്രഭാഷകൻ, കൂലി പ്രഭാഷകനായ നൗഷാദ് ആ വാക്കിലൂടെ ഉണ്ടാക്കി വെച്ചത്. ഇനി ആര് വേണമെങ്കിലും, ചേകന്നൂരിനെ വേണമെങ്കിൽ കൂട്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഖാദിയാനികളെ കൂട്ടുപിടിക്കാം, ഏത് വിഭാഗത്തെ കൂട്ടുപിടിച്ചാലും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ രംഗത്ത് വരേണ്ട. ലോകത്ത് ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് ഇസങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ പല വിഷയങ്ങളുമായി രംഗത്ത് വരുന്നു. മഹദി ഇമാമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടടക്കപ്പോൾ ഒരാളെ നേരത്തെ കുറച്ച് മുമ്പ് കണ്ടു. അപ്പം അങ്ങനെ പലരും പല രൂപത്തിലും വരുന്നുണ്ട്. അതുപോലെ എന്തുമാവാം. പക്ഷെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്, ഞങ്ങൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സുന്നികളുടെ പേരിൽ രംഗപ്രവേശനം ചെയ്യേണ്ട എന്ന് മാത്രമേ കുറുവട്ടൂരികളോട് പറയാനുള്ളൂ. നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും മുസ്ലിം ലോകം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി ചവറ്റുകൊട്ടയിലേക്ക് തള്ളും. നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് മുടക്കാച്ചരക്കുകളെയും തിരിച്ചറിയാനുള്ള ബുദ്ധി മുസ്ലിം ലോകത്തിനുണ്ട്, സുന്നി സമൂഹത്തിനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.